അനാഥനായി പിറന്ന് വിശ്വസ്തനായി വളർന്ന് വിശുദ്ധ ഖുർആനിലൂടെ ജീവിച്ച് 23 വർഷങ്ങൾ കൊണ്ട് ഇരുട്ടിലെ വെളിച്ചമായി മാറിയ, പീഡിതന്റെ പടവാളായി തിളങ്ങിയ, മരുഭൂമിയിലെ വസന്തമായി പൂത്തുലഞ്ഞ, തിന്മയുടെ അന്തകനും നന്മയുടെ പരിപോഷകനുമായി പരിലസിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ഇതാ കടന്നു വരികയായി. ആ പുണ്യസുദിനത്തിന് സ്വാഗതമോദാൻ മണ്ണും വിണ്ണും കൈകോർക്കുകയായി. മനുഷ്യനും മലക്കും അണിഞ്ഞൊരുങ്ങുകയായി. അവിടുന്ന് കാണിച്ചു തന്ന ഉത്തമ മാതൃകയിൽ അലിഞ്ഞുചേരാൻ സർവരും മത്സരിക്കുകയായി. മിന്നാമിനുങ്ങുകളും നക്ഷത്രങ്ങളും മിഴി പൂക്കളും പൂവാടികളും പുഞ്ചിരി പൊഴിച്ചു. ആഴിയും ആകാശവും ആനന്ദ കീർത്തനങ്ങൾ ആലപിച്ചു. പുലരിയും പ്രദോഷവും അതിനായി കാതോർത്തു നിന്നു. പുണ്യപ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനാഘോഷ പരിപാടികൾ നടത്തപ്പെടുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം തീർക്കാൻ ഞങ്ങൾ കാത്തിരിപ്പാണ്. പൊന്നേ കനിമകനെ കിനാവിൽ തിങ്കളൊളിവേ കണ്ടുവോ, പൊന്നും മരതകമാം റസൂല് നിന്റെ കനവിൽ വന്നുവോ. 1500 വർഷങ്ങൾക്ക് മുൻപ് അധർമ്മങ്ങളിൽ അന്ധകാരത്തിന്റെ തടവിലടക്കപ്പെട്ട മക്ക മണൽപ്പരപ്പിൽ ഉദിച്ചുയർന്ന പൊന്നൊളിനൂർ, അങ്ങയുടെ തിരുസന്നിധിയിലേക്കിതാ ഞങ്ങൾ പുറപ്പെടുന്നു യാ റസൂലല്ലാഹ്. സുഗന്ധമരുളിയോ ആലമിന്റെ രക്ഷയായ തങ്ങളെ, അങ്ങയോട് പ്രിയമാണ്, സ്നേഹമാണ്, ഹുബ്ബിന്റെ കൽബിന്റെ 7-ാം ബഹർ നിറച്ചും പ്രിയമാണ് ഞങ്ങൾക്ക്. ജീവിതത്തിൽ ലാളിത്യം കാട്ടിയ, അയൽവാസിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, യതീമിനെ സംരക്ഷിക്കാൻ കൽപ്പിച്ച മദീനയുടെ പച്ചക്കുബ്ബയിലെ രാജകുമാരൻ അമീറുൽ മുഅ്മിനീനെ അങ്ങേക്കിതാ 1000 സലാം. മധുപൂർന്ന ഈരടികളിൽ പറഞ്ഞാലും പാടിയാലും തീരാത്ത മദഹിന്റെ 14-ാം രാവിന്റെ ചന്ദ്രികയായി മാനത്തുദിച്ച ആമിന ബീവിയുടെ പൊന്നോമന പുത്രൻ, നാളെ മഹ്ശറയിലെ ശഫാഅത്തിന്റെ അധിപർ, ഹൗലുൽ കൗസറിന്റെ കാവലാൾ ഹബീബുല്ലാവേ ഞങ്ങൾക്ക് തുണയാകണേ യാ റസൂലല്ലാഹ്. ലോകത്തിനെമ്പാടും അനുഗ്രഹത്തിന്റെ മുല്ലമുട്ടായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹമായ പുണ്യ റബീഹിന് സ്വാഗതം. മക്ക മദീന രാജകുമാരൻ വിരിച്ച മലരുകളെ കണ്ടുവോ നീ കുഞ്ഞുവാ. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ. വസന്തം നിറപുഞ്ചിരിയാൽ തൂമന്ദഹാസം പൊഴിക്കുന്നു. സ്നേഹത്തിന്റെ കൽഹാര പുഷ്പങ്ങൾ ഉതിർന്നു വീണ് മദീനയാകെ മൂടിപ്പുതക്കുന്നു. മദഹിന്റെ മലർഗന്ധം പരന്ന് മർഹബയുടെ രാഗം പാടി സ്വലാത്തിന്റെ മഹത്വം ചുംബിച്ച് മാലാഖമാർ ഇളം കാറ്റിനൊപ്പം മദീനയിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുന്നു. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ 1500 ആണ്ടിന്റെ കുളിരുകോരുന്ന സന്തോഷങ്ങളാൽ ആശിക്യങ്ങൾ ആനന്ദത്തിന്റെ 7-ാം ബഹറിൽ നീന്തി തുടിക്കുന്നു. എങ്ങും സ്നേഹത്തിന്റെ നറുമലരുകൾ, എങ്ങും ആനന്ദത്തിന്റെ ഉൾത്തുടിപ്പുകൾ. വരൂ, നമുക്കും മർഹബ പാടിയണയാം പുണ്യ ഹബീബിന്റെ ചാരത്തേക്ക്. മർഹബ, അഹ്ലം വസഹ്ല. നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ല. മിഴിനീട്ടി നോക്കുമ്പോൾ ദീർഘമായ 15 നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു വസന്തമാസത്തിലെ 12ാമത്തെ പുലരിയിൽ അഴകാർന്ന സുബഹിയുടെ ഒരൽപ്പം മുന്നേ ആലം മുഴുവനും ആഹ്ലാദത്തിൽ അഭിരമിച്ച അസുലഭ നിമിഷം. ലോകം കാത്തിരുന്ന പുണ്യപ്രവാചകരുടെ പിറവി വിശ്വാസി ഹൃദയാന്തരങ്ങളിൽ വർണ്ണമാലകൾ വിരിയുന്നു. പള്ളി മിഹ്റാബുകളിൽ മൗലിദിന്റെ ഈരടികൾ മുഴങ്ങുന്നു. മദ്രസ മുറ്റങ്ങളിലെ കുഞ്ഞോമനകളുടെ മധുഹോലികൾ പെയ്തിറങ്ങുന്ന സുന്ദരമായ നിമിഷം. യാ റസൂലല്ലാഹ്, അങ്ങയോടാണ് ഞങ്ങളുടെ പ്രണയം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. ഹബീബുല്ലാഹ്.
അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ്. വസന്തങ്ങളുടെ വസന്തം തളിർത്ത മാസമാണ്. പ്രണയത്തിന്റെ പ്രാണൻ സുജൂദിൽ വീണ മാസമാണ്. വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ആ മാസമാണ്. മണ്ണിലും വിണ്ണിലും ബഹ്റിലും പ്രണയം പൂത്ത മാസം അത് റബീ അല്ലാതെ മറ്റേത്? ഇഷ്കിന്റെ വസന്തമായ പുണ്യ റബീഇനെ വരവേറ്റുകൊണ്ട് മുഹിബ്ബീങ്ങൾ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. എന്നുയിരും ഉടലും ഉലകിലെ നായകന് സമർപ്പിക്കുന്നു. മർഹബൻ യാ ഷഹ്റു റബീ. കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ? എത്ര കേട്ടാലും മതിവരാത്ത ഒരു കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകന്റെ ചരിത്രമല്ലേ? എത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതിന്റെ മുത്തിന്റെ മദ്ഹല്ലേ? കെട്ടഴിച്ചുവിട്ട ഒരു പട്ടമായി മദീനയിലെ പച്ചക്കുബ്ബയ്ക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഖബർ ഷരീഫിനരികിൽ ചിറകും പൂട്ടിക്കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കൊതിക്കാത്തവരാരുണ്ട്? ലോകത്തിന്റെ നായകനെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബുസലാം, നീ എത്ര ഭാഗ്യവാൻ! പ്രാണനാണ് ഹബീബ്, പ്രണയമാണ് ഹബീബ്, പ്രകാശമാണ് ഹബീബ്, പകരമില്ല ഹബീബിന്. അങ്ങ് റഹ്മത്താണ്, നിഅ്മത്താണ്, ഖുദ്റത്താണ്, ജന്നത്താണ്, അമാനത്താണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടലിനെ ജന്നത്തിൽ ബഖീഇൽ അലിയിപ്പിക്കുമെങ്കിൽ ഉയിര് നൽകാൻ ഞങ്ങൾക്ക് തിടുക്കമാണ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാ. വരിയിലും ഹുബ്ബ്, വരയിലും ഹുബ്ബ്, വാക്കിലും ഹുബ്ബ്, വഴിയിലും ഹുബ്ബ്, കഥയിലും ഹുബ്ബ്, കവിതയിലും ഹുബ്ബ്, കരയിലും ഹുബ്ബ്, കടലിലും ഹുബ്ബ്, പ്രാണനും ഹുബ്ബ്, പറവുകൾക്കും ഹുബ്ബ്, പാരിനും ഹുബ്ബ്, മഴയിലും ഹുബ്ബ്, മണ്ണിനും ഹുബ്ബ്, മാമരങ്ങൾക്കും ഹുബ്ബ്. ഈ ഹുബ്ബുകൾക്കെല്ലാം ഒരു കൊട്ടാരമുണ്ട്. അത് മദീന മുനവ്വറയാണ്. അവിടെ ഒരു രാജകുമാരനുണ്ട്. അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രകാശം പരന്നിട്ട് 1500 ആണ്ട്, നിലാവ് ചിരിച്ചിട്ട് 1500 ആണ്ട്, വസന്തം പിറന്നിട്ട് 1500 ആണ്ട്, താരകം തെളിഞ്ഞിട്ട് 1500 ആണ്ട്, ഇഷ്കൊഴുകിയിട്ട് 1500 ആണ്ട്, ഹുബ്ബ് വിരിഞ്ഞിട്ട് 1500 ആണ്ട്. മാലാഖമാർ താരാട്ടുപാടി ഉറക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ പുന്നുമോൻ ആമിന ബീവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞിക്കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ട് 1500 ആണ്ട്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനിയിലൂടെ കടന്നു വരികയാണ്.